നമുക്ക് എന്ത് ചെയ്യാം, ദണ്ട് മോട്ടിക്കാം. അങ്ങനെ ജാസ്മിൻ ഒന്ന് രാജാവായി കളിച്ച് തുടങ്ങിയതാണ്. എല്ലാവരും ഈ ടാസ്ക് ഫണ്ണായിട്ട് കളിച്ചപ്പോൾ ജാസ്മിൻ പഴയ ജാസ്മിനായി. ഓവറായിട്ട് അധികാരം കാണിച്ചാൽ ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല. സിജോയ്ക്ക് ഇത് തീരെ പിടിച്ചില്ല. സിജോ ജാസ്മിന്റെ ദണ്ട് എടുത്തോണ്ട് പോയി ജാസ്മിൻ പണി കൊടുത്തു. സിജോ അത് കളിക്ക് ചെയ്ത സാധനമേ. ജാസ്മിൻ ഒരു 3 മിനിറ്റ് മാത്രമാണ് രാജാവായി നിന്നത്. ബിഗ് ബോസ് ഹൗസിനെ വിറപ്പിക്കുന്ന രാജാവാകാൻ നോക്കിയതാണ്. സിജോ അങ്ങ് പൊളിച്ചടുക്കി കൊടുത്തു. സിജോ അവിടെ മാസ് കാണിക്കണം. സമാധാനത്തോടെ കുറച്ചു നേരം രാജാവായിട്ട് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ആരും ദണ്ടെടുക്കാനൊന്നും പോകത്തുമില്ലായിരുന്നു. ജയിലിൽ ഇങ്ങനെ ഇരുന്ന് കരടി വരത്തുമില്ലായിരുന്നു. എന്നാ കൗണ്ടറൊക്കെയാണോ ഈ സിജോ അടിക്കുന്നത്? ഈ സിജോ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എവിടെ ജാസ്മിന്റെ പഴയ പവർ? പോരട്ടെ, മത്സരം കൊഴുക്കട്ടെ. അത് സായിയെയും അഭിഷേകിനെയും ഉദ്ദേശിച്ചാണ്. സായി പുറത്തിറങ്ങിയത് സിജോയ്ക്ക് സപ്പോർട്ട് ചെയ്യാനാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ സീസണിൽ ജാസ്മിൻ ഇത്രയും കൗണ്ടർ കൊടുത്ത വേറെ ഒരു സീനില്ല. സാധാരണ എന്തേലുമൊക്കെ തിരിച്ചു പറഞ്ഞ് എതിരെ നിൽക്കുന്നവരെ മിണ്ടാതിരുത്താറുണ്ട് ജാസ്മിൻ. ഇതെന്ത് പറ്റി? ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ജാസ്മിൻ, വോട്ട് ചെയ്യാതിരിക്കുന്നുമുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഇറക്കി വിടണ്ടേ ജാസ്മിനെ? എന്നാലും ഇത്രയും നാളായിട്ട് ജാസ്മിൻ ഇങ്ങനെ ജനങ്ങൾ കാണുന്നില്ലേ, രക്ഷിക്കണേ എന്നൊന്നും പറഞ്ഞിട്ടേയില്ല. ഇതാദ്യമാണ്. ഷെടാ, വെറുതെ ഇരുന്ന അഭി വരെ വന്നങ്ങ് അടിച്ചിട്ട് പോവുകയാണല്ലോ. ദണ്ട് നഷ്ടപ്പെട്ടാൽ അനങ്ങാതെ ഇരിക്കണമെന്ന് പറഞ്ഞ് ജാസ്മിനെ ജയിലിലാക്കാൻ മുന്നിൽ നിന്നത് സിജോയാണ്. സിജോ ഈ ആഴ്ച അടിച്ചു കേറുന്നുണ്ട്. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. അടിച്ചു കേറി വാ.